സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ JNB സെലക്ഷൻ ടെസ്റ്റ് 2024 ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ടീന പർച്ചേസ്ഡ് എ സ്കൂട്ടർ ഫോർ ₹55,000. 55,000 ഒരു സ്കൂട്ടർ വാങ്ങി. ഷീ സ്പെൻഡ് ₹3,400 ഓൺ ഇറ്റ്സ് റിപ്പയറിന് വേണ്ടി ചിലവാക്കിയത് കൊണ്ട് കോസ്റ്റിൻ്റെ കൊടുത്ത് കൂട്ടണം. ആൻഡ് സെല്ലിറ്റ് ഫോർ ₹56,330. ദി പ്രോഫിറ്റ് ഓർ ലോസ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. CP കൊടുത്ത വില വാങ്ങാൻ വേണ്ടി അവർ സ്പെൻഡ് ചെയ്തത് 55,000 ആണ്. ഇനി അതിനോടുകൂടി റിപ്പയർ ചാർജ് കൂട്ടണം. ഈ സൈക്കിളൊന്ന് വിൽപ്പനയുടെ കണ്ടീഷനിലെത്താൻ വേണ്ടി ചിലവാക്കിയ തുക കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. റിപ്പയർ ചാർജ് ഈസ് ഈക്വൽ ടു 3,400. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 55,000 പ്ലസ് 3,400. ഇപ്പം 55,000 കൂട്ടത്തിൽ 3,400 കൂടി കൂട്ടുമ്പോൾ 55,000 കൊടുത്ത് 3,400 കൂട്ടുമ്പോൾ 58,400 കിട്ടും. ഇതാണ് ടോട്ടൽ കോസ്റ്റ്, 58,400. ഇനി സെയിൽ പ്രൈസ് എത്രയാണ്? സെയിൽ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 56,030. പ്രോഫിറ്റ് ഓർ ലോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെയിൽ പ്രൈസ് കുറവാണ്, അതുകൊണ്ട് ലോസാണ്. ലോസ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP. 58,400 മൈനസ് 56,030. അപ്പോൾ ഇവിടെ നഷ്ടമായിരിക്കും 2,370. ഇവിടെ ലോസാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The angle between the minute hand and the hour hand at 6 PM. 6 PM 6 PM ആകുമ്പോഴേ ഈ ഹാൻഡ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഈ രീതിയിലേക്ക് ഇങ്ങനെ കറങ്ങി എങ്ങനെ വരും? നേരെ 12 വന്നിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആംഗിളാണ്, നേരെ വരും. അതായത് ഇത് 180 ഡിഗ്രി വരും. 180 ഡിഗ്രി വരുമ്പോഴത്തേക്ക് അത് സ്ട്രെയിറ്റ് ആംഗിളാണ്. അപ്പം അതിൻ്റെ ആൻസർ സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് ഇതിൻ്റെ ആൻസർ. സ്ട്രെയിറ്റ് ആംഗിൾ വരും, അതായത് 180 ഡിഗ്രി. സ്ട്രെയിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആ സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സ്ട്രെയിറ്റ് ആംഗിൾ എന്നുള്ളത് എടുത്തെഴുതിയാലായിട്ട് മതിയാകും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ബാർ ഗ്രാഫ് ഷോസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ബൈ PQRS. 4 പേര് സോൾവ് ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസാണ്. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ഹൗ മെനി മോർ ക്വസ്റ്റ്യൻസ് Q&Rഉം എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ടുഗദർ ഒരുമിച്ച് P&S സോൾവ് ചെയ്തെന്ന് നമുക്കത് കണ്ടുപിടിക്കണം. അപ്പം P&S Q&R ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ബൈ Q&R. Q&Rഉം കൂടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് എത്ര വരും? 6ഉം 10ഉം 6ഉം 16 വരും. 10 പ്ലസ് 6 വരും. ഇപ്പോൾ 16 ക്വസ്റ്റ്യൻസാണ് അവർ രണ്ടിനോടെ സോൾവ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ബൈ P&S. PUSഉം കൂടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാണാൻ P&S ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 പ്ലസ് 4. അപ്പോൾ എത്ര വരും? 12. അപ്പം മോർ ക്വസ്റ്റ്യൻസ് എത്ര വരും? ഡിഫറൻസ് മോർ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള മൈനസ് ചെയ്താൽ മതി, ഡിഫറൻസ് കണ്ടാൽ മതി. ക്വസ്റ്റ്യൻസ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 12 ഈസ് ഈക്വൽ ടു 4 ക്വസ്റ്റ്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് ചെയ്തത്. ഇതും ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് എ ബൈസിക്കിൾ വീൽ ഹാസ് ടോട്ടൽ 24 സ്പോക്സ്. സ്പോക്സ് എന്ന് പറഞ്ഞാൽ ഈ വരെയാണ്, ഇതാണ് സ്പോക്സ്. 24 ഉണ്ട്. ഇത് ആംഗിൾ ബിറ്റ്വീൻ ദ പെയർ ഓഫ് അഡ്ജസ്റ്റൻ്റ് സ്പോക്ക്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്ജസ്റ്റൻ്റ് അടുത്തടുത്തുള്ള രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള സ്പോക്സ് എത്രയാണ്? 24. ഇനി സം ഓഫ് ആംഗിൾസ് ഇവിടെ 360 വരും, കാരണം ഇത് സർക്കിളാണല്ലോ. അതുകൊണ്ട് സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 360. ഇനി ആംഗിൾ ബിറ്റ്വീൻ ഇതാണ് നമ്മൾ കാണാൻ പറ്റിക്കുന്നത്. ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ്
ബിറ്റ്വീൻ എ പെയർ ഓഫ് സ്പോക്ക്. ഒരു പെയർ സ്പോക്കിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിന് രണ്ടിനും 12 കൊണ്ട് വെട്ടാം. 12 2 24, 12 3 36. 30 വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പം 15 എന്ന് കിട്ടും. അപ്പോൾ 15 ഡിഗ്രിയാണ് ഇത് തമ്മിലിടയ്ക്കുള്ള ഈ ആംഗിൾ 15 ഡിഗ്രി വരും, ഒരു ആംഗിൾ. അപ്പം ഇത് വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.